ഓക്കെ ഗേസ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ജോബാണ് എന്ന് വെച്ചാൽ പാർട്ട് ടൈം ജോബിലെ ആദ്യത്തെ ജോബാണ്. ഇപ്പം സമയം 10:30 അപ്പം ഞാൻ 10 മണിക്ക് 10:30 എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫസ്റ്റ് ജോബിന് മുമ്പ് ഞാൻ അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കണതാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തേ. അപ്പോഴാണെങ്കിൽ അവരുടെ അമ്മയാണെങ്കിൽ ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ കൊണ്ടുവന്ന് വന്നപ്പോൾ ചോദിച്ചു എന്ത് പറ്റി, അയ്യോ ഇത് കണ്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കണ്ടിട്ടുണ്ടാവുമേ അവർ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒറോറ എന്ന് പറഞ്ഞ് ഒരു സിനിമ തിയേറ്ററിൻ്റെ അവിടെ പോയപ്പോൾ അതിന് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേ. കുറച്ച് ടിക്കറ്റ്സൊക്കെ ആയിരുന്നേ. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ പാർട്ടി ഒന്നുമല്ല, ഗ്രാൻഡ് ഒന്നും അല്ല, എന്നാൽ ലിറ്റിൽ ഒരു ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ മൂവി, മാജിക്കൽ മൂവി. പിന്നെ മാജിക്കൽ മൂവിയും പിന്നെ ഉള്ളത് എന്തായിരുന്നു, ഞാൻ മറന്നു അതിൻ്റെ പേര്, ബിയോണ്ട് എന്തോ ആയിരുന്നേ, ബിയോണ്ട് ബ്ലിസാർഡ് എന്ന് പറഞ്ഞൊരു ഇതാണ്. അത് രണ്ടും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മറ്റേത് ഗോൾഡിൻ്റെ മണം പോലെയാണ് ആ ഒരു സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞാനത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പം എന്താവും അറിയത്തില്ല, ഇമോഷണലായ ചെറുതായിട്ടൊന്ന് പെട്ടെങ്കിലും ഭയങ്കര ഹാപ്പി ആവട്ടെ. ഞാൻ ഇതുവരെ ഒരാളെ ഇമോഷണൽ ആക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ സന്തോഷം, ഹാപ്പിനെസ്സിൻ്റെ ടീയേഴ്സ് എന്ന് പറയത്തില്ലേ, അതേപോലെ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെയിൻലി ബോട്ടിലും കൂടെ ഒന്ന് മേടിച്ചേ. അതും കൂടെ മേടിച്ചാൽ നേരത്തിന് സർപ്രൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായിരിക്കും ഇമോഷനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇമോഷണൽ ആണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അടിപൊളിയായിട്ട് സന്തോഷമാവും ഗൈസ്, സത്യം ഞാൻ പറയുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഗിഫ്റ്റും കൂടെ മേടിച്ചിട്ട് നമുക്ക് പോവാവേ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ സർപ്രൈസ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓടാ, ഇവള് ഇമോഷണൽ ആയിടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൾ ഇങ്ങനെ ഇമോഷണൽ ആവുമെന്ന്. നമ്മൾ ഞെട്ടിപ്പോയി. അങ്ങനെ അതൊക്കെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സിനിമയുടെ എനിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഓർഡർ ചെയ്യുമായിരുന്നേ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഫിഷ് ഫ്രൈയും കുറച്ച് സ്പെഗാറ്റിയും മേടിച്ചിട്ട് കഴിച്ചിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യാൻ പോയത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇന്നലെ തന്നെ സിനിമ നോക്കാൻ പോവാം. ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, മാജിക്കൽ മൂവിയും പിന്നെന്തായിരുന്നു, ഞാൻ എപ്പോഴും മറന്നുപോകില്ല, ബിയോണ്ട് ബ്ലിസാർഡ് അങ്ങനെ എന്തോ ആണ്. അത് രണ്ടും മേടിച്ചാൽ നേരെ തന്നെ ഇനി പോവാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണേ. നമുക്ക് എന്തായാലും പിന്നെ നമ്മൾ കുറച്ച് പോപ്കോൺ അല്ലേ മെയിൻ. അങ്ങനെ സ്റ്റെയിൻലി ബോട്ടിലൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ തന്നെ പോവാണേ.
അടിപൊളിയായിട്ടുള്ള ഷോ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. കണ്ടോ ആ ഗോൾഡിൻ്റെ പൈസ കൊടുത്തിട്ട് വേണം അതൊന്ന് മേടിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ അത് മേടിച്ചില്ല. ഇപ്പോൾ ഗൈസ് നമുക്ക് നേരെ തന്നെ പോയിട്ട് സിനിമ നോക്കാം. അപ്പം നമുക്ക് ഇനി അങ്ങനെ റെക്കോർഡൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എങ്ങനെയോ ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. അത് ഞാനതിപ്പോൾ സംസാരിക്കുന്നില്ല ഗൈസ്. ഇപ്പം ഞാൻ സംസാരിച്ച് കാണിക്കുന്നില്ല. ഇതൊരു ചേഞ്ച് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റുമോ നമുക്ക്. ഇനി സിനിമ തുടങ്ങാൻ പോവാണേ. അപ്പം ഞാൻ അതിന് മാത്രം സൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വർക്ക് എന്ന് വെച്ചാൽ ജ്യൂ എന്ന് പറഞ്ഞൊരു ഇതിലായിരുന്നു. അപ്പം ഞാൻ പുതിയതായിട്ടാണ് ഞാൻ കയറി. ഇന്ന് തൊട്ടാണ് ഞാൻ പാർട്ട് ടൈം ജോബിനൊക്കെ കയറാൻ പോണത്. അങ്ങനെ എൻ്റെ ഫേസ് കണ്ടപ്പോൾ അവർ പറഞ്ഞു നേരത്തെ തന്നെ അവിടുത്തെ ഒരു മാനേജറിനെ പോയി കാണാനായിട്ട്. അപ്പോൾ എൻ്റെ ഫേസ് കാണിച്ചപ്പോൾ അത് ഗ്രീൻ എന്ന് കാണിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസ് കണ്ടിട്ടോ അതെങ്ങനെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ അകത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ വർക്കൊന്നും ചെയ്യാനറിയത്തില്ല. ഞാൻ വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ആംഗ്രി ആയിട്ടുള്ളൊരു മാനേജറായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റായിരുന്നു. അത് മര്യാദക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ ആംഗ്രി ആവുമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇവിടെ എൻ്റെ സീറ്റൊന്നും കാണാൻ പറ്റില്ല. അവർ പറഞ്ഞു എൻ്റെ സീറ്റ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് 1 ആണെന്ന്. ഇതാണ് ഫസ്റ്റ് റോ. പിന്നെ ഇവിടെ ഒരു സാധനം കണ്ടോ, അത് കഴിഞ്ഞാൽ സെക്കൻഡ് റോ. അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ തപ്പിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നേ എൻ്റെ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞപ്പോൾ എന്നെ കാണണ്ടേ ഗൈസ് എൻ്റെ സീറ്റ്. അപ്പം മിക്കതിൽ ഒക്യുപ്പൈഡാണ്. അതിനകത്ത് ആളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അങ്ങനെ ലാപ്ടോപ്പാണ്. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറിലാണ് വർക്കൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് നേരെ തന്നെ അവരുടെ അടുത്ത് ചോദിച്ചു. ഞാൻ ചോദിച്ചു അയ്യോ ഇത് എൻ്റെ പ്ലേസ് അല്ലേ? ഓ അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാവേ. അല്ല എൻ്റെ ഷിഫ്റ്റ് ആയിരുന്നല്ലോ, എൻ്റെ റോ ആണല്ലോ ഇത്. ഓ ഓക്കെ, അത് എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഞാൻ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം ഉച്ചയ്ക്കാണ് ഇനി അവളുടെ പിന്നെയും ഷിഫ്റ്റ് തുടങ്ങുന്നത്. അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അവർക്കും പാർട്ട് ടൈം ജോബാണെന്ന് തോന്നുന്നത്. അങ്ങനെ ആദ്യമൊക്കെ തന്നെ അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ ഞാൻ വെള്ളമൊക്കെ തന്നെ കുടിച്ച് ഇങ്ങനെയൊക്കെ.
പിന്നെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ബട്ട് ചെറുതായിട്ടൊന്ന് ടാസ്ക് ആയിരുന്നു കേട്ടോ, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് നോക്കാനൊക്കെ ആയിട്ട്. ഇപ്പം എന്തായാലും ഇപ്പോൾ സമയം എന്ന് പറയണത് ഒരു 11 മണി ആയിട്ടുണ്ട്. 30 മിനിറ്റ് ലേറ്റാണ്. മറ്റേ അവർ പറഞ്ഞു ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. കുറേ നേരമായപ്പോൾ എല്ലാവർക്കും ഇതേ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. എല്ലാവരും കണ്ണൊക്കെ അടയുന്നുണ്ടായിരുന്നു. അപ്പോൾ സമയം എത്ര മണിയായിരുന്നു ഉറക്കട്ടെ ഗൈസ്. അപ്പം ഏകദേശം ഒരു 12 ആ ഒരു മണിയായിരുന്നു. 12 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ തോന്നിയില്ല. ബട്ട് സാലറി കിട്ടണമെങ്കിൽ ചെയ്യണേ. അപ്പോൾ എൻ്റെ അവിടെ ഉള്ളത് ഓൾറെഡി ലിറ്ററലി ക്ലോസ് ആണ്. അവിടെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും വിൻഡോ. എൻ്റെ ഫസ്റ്റത്തെ റോയിലെ ഫസ്റ്റ് ഡെസ്ക് അത് ഓപ്പൺ ആവാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ പിന്നെ ഇനിയും കുറേ നേരം തന്നെ ഇരുന്ന് വർക്കൊക്കെ ചെയ്തേ. അങ്ങനെ പിന്നെ നേരെ തന്നെ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 1:30 ലഞ്ച് ടൈം. ഇതൊക്കെ തന്നെ കഴിയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഒന്ന് ചോദിച്ചു. അപ്പം പേരാണ് കീതു. അതുകൊണ്ട് തന്നെ കീതു എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. പക്ഷേ ശരിക്കും പേര് കീർത്തന എന്നാണ്. അതുകൊണ്ട് തന്നെ കീതുവിൻ്റെ കൂടെ നേരത്തെ തന്നെ ഞങ്ങളിത് കഴിക്കാനാണ്, ലഞ്ച് ടൈമിനാണ് പോണത്. അപ്പം ഞങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അപ്പോൾ ലഞ്ച് ടൈം നമുക്ക് പോയിട്ട് കഴിക്കാനൊക്കെ പോവാമെന്നൊക്കെ തന്നെ പറഞ്ഞ്. ഞാൻ കിച്ചൺ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ കഫേ, അവിടെ ഒരു കഫേ പോലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വാവ് എന്നുള്ള രീതിക്കായിരുന്നു, വാവ് എന്ന് പറഞ്ഞ രീതിക്ക്. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു പോയിട്ട് CEO-നെ കാണാനായിട്ട്, എന്ന് വെച്ചാൽ ദ ബിഗ്ഗസ്റ്റ് പേഴ്സൺ അങ്ങനെ പറയും, എനിക്കറിയത്തില്ല ഗൈസ്. അങ്ങനെ പിന്നെ അവർ പോയി കാണാൻ പറഞ്ഞു. കുറച്ചൊന്ന് ഉള്ളൊരു മാഡമാണ് എന്നൊക്കെ തന്നെ പറഞ്ഞു. ഞാൻ വെച്ചാൽ അങ്ങനെ നേരത്തെ കണ്ട പോലെ ഒരു പേഴ്സണാണ്. ഞാൻ പറഞ്ഞു ഞാനാണ് പുതിയ പേഴ്സൺ. അത് ഞാൻ ചോദിച്ചു മേ പ്ലീസ് കം ഇൻ എന്ന് പറഞ്ഞപ്പോൾ വരാനായിട്ട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരാണ് പ്രവസ്തി എന്ന്. അപ്പോൾ ഇതേ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു എന്തൊരു പേരാണിത് എന്നൊക്കെയായിരുന്നു. ഞാൻ ഇരുന്ന് കാപ്പിയൊക്കെ തന്നെ കുടിച്ചു. അങ്ങനെയായിരുന്നു അവർ. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പ്രിൻ്റ് എടുക്കാനുണ്ട് എന്നൊക്കെ. അപ്പോൾ ലഞ്ച് ടൈമാണ്, എനിക്കാണെങ്കിൽ ഭയങ്കര വിശക്കുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഇത്. ബട്ട് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ പ്രിൻ്റ് എടുക്കാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവളുടെ അടുത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടാക്കി ഇതും എൻ്റെ കൂടെ. പക്ഷെ അവൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, അവൾക്കൊരു വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവൾ പ്രിൻ്റ് നീ എടുക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം മേഡം പറഞ്ഞായിരുന്നു അത് കുറേ നേരം മുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഉച്ച സമയത്താണ് തരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. എൻ്റെ റോ എന്ന് പറയണത് ഫസ്റ്റാണ്, കീതുവിൻ്റെ ഫസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 പേരുടെ ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. വെച്ചാൽ ഓരോ പേർക്കും ഓരോന്നാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു സൈഡ്, അവളുടെ ഒരു സൈഡ്. പക്ഷേ ഞങ്ങൾ 2 പേരും തീരുമാനിച്ചു നമുക്ക് 2 പേർക്കും കൂടെ ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ തന്നെ ഷെയറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുമായിരുന്നേ. അവളിലൊന്ന് ഓവനെയും വെച്ചൊന്ന് ചൂടാക്കി എടുത്തു. അവൾ അടച്ചിട്ടായിരുന്നു വെച്ചത്. പക്ഷെ ഞാൻ തുറന്നിട്ട് വെച്ചേ, കാരണം അകത്തൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തുറന്ന് വെക്കുമായിരുന്നേ. അപ്പോൾ എൻ്റെ അതിൻ്റെയോളം നല്ലപോലെ ആയിട്ടുണ്ടായിരുന്നു. അവളെ സൂഷി അങ്ങനത്തെ സംഭവമൊന്നും ചെറുതായിട്ട് ആയിട്ടുണ്ടായിരുന്നു ചൂട്. നല്ലതാണ്, പക്ഷെ എന്നാലും എൻ്റെ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ വിചാരിച്ചു, നമ്മൾ കോഫി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ കോൾഡും ഉണ്ട് ഹോട്ട് വാട്ടറും ഉണ്ട്. നമ്മൾ നേരത്തെ തന്നെ ലഞ്ച് കഴിക്കാനൊക്കെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കോൾഡ് വാട്ടറും കൂടെ കുടിച്ചു.
അങ്ങനെ പിന്നെ ആ സമയമൊക്കെ തന്നെ കഴിഞ്ഞ് അവൾ വർക്കിനായിട്ടുള്ള സമയത്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞു. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ലടാ അത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ അതേ ഫസ്റ്റ് എടുത്ത് തന്നെ കൊള്ളായേ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ നോക്കിക്കോ ഗൈസ്. അവിടെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇതാണ് എടുക്കേണ്ടത്, എടുക്കാൻ അറിയാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചെറുതായിട്ടൊക്കെ അറിയാമെന്നൊക്കെ തന്നെ പറഞ്ഞ്. അപ്പം പറഞ്ഞൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ അവൾ മാഡം പറഞ്ഞ് ഇതാണ് എടുക്കേണ്ടത്, പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വാ എന്നൊക്കെ തന്നെ പറഞ്ഞ്. അപ്പോൾ ദേഷ്യത്തിലൊന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര സ്വീറ്റായിരിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞേ. അപ്പോൾ ആദ്യമൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നേ വന്നത്. അങ്ങനെ അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പേപ്പർ ഞാൻ കളഞ്ഞു. അതൊക്കെ തന്നെ പറഞ്ഞ് വേറെ ഒരു പേപ്പറൊക്കെ തന്നെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, പുറത്തൊന്ന് ഭയങ്കരമായിട്ട് ആംഗ്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യമൊക്കെ നിന്ന് ഞാൻ പെട്ടെന്ന് പേടിച്ചോളാം. ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പേടിച്ചു ഗൈസ്. പേടിച്ചു. അപ്പം എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വന്നു. പക്ഷെ കരയാൻ പാടില്ലല്ലോ. പെട്ടെന്ന് തന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് കീതുവിനെ വിളിച്ചു. അപ്പോൾ എന്താ പറയുക, ഞാൻ പോയിട്ട് കട്ടറിട്ട് പക്ഷെ അതിനകത്ത് പിന്നെ കുഞ്ഞു പീസാക്കിയിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇടണം എന്നൊക്കെ തന്നെ പറഞ്ഞപ്പോൾ കട്ടർ മെഷീനിലോട്ടിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ശ്വാസമൊക്കെ എടുത്ത് വന്നപ്പോൾ അവൾ ചോദിച്ചു എന്താ പറ്റി വല്ലതും പറ്റിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയായി അങ്ങനെയാണെന്ന്. ഞാൻ ചെറുതായിട്ടും കരഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലടാ, ഫസ്റ്റ് ടൈം അല്ലേ എന്നൊക്കെ തന്നെ പറഞ്ഞു. അപ്പോൾ അവളുടെ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞു ഹായ് ഒന്ന് പറയാനായിട്ടേ. ഹായ്, ഇങ്ങനെയാണ് അവളുടെ വോയിസ്. പിന്നെ അവൾ പറഞ്ഞു നീ അവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് തരാം മേഡത്തിനെന്നൊക്കെ തന്നെ പറഞ്ഞേ. അങ്ങനെ പിന്നെ അവൾ നേരത്തെ തന്നെ പ്രിൻ്റ് എടുത്ത് അവൾക്ക് കറക്റ്റായിട്ട് എടുക്കാൻ അറിയാമെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ അവൾ മൊത്തത്തിൽ എടുത്തു. ശരിക്കും ഈ ഒരു പ്രിൻ്റർ എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഒട്ടും ചുളുക്കില്ലാത്ത സംഭവമാണ് ഇടേണ്ടത്. എന്ന് വെച്ചാൽ വെറുതെ എടുത്താൽ തന്നെ നിങ്ങൾ പറഞ്ഞ ഡോക്യുമെൻറ്റ്സൊക്കെ വരും. അതൊക്കെ തന്നെ പറഞ്ഞപ്പോൾ റിയലി ഒന്ന് അപ്രിഷ്യേറ്റ് ഒക്കെ തന്നെ ആക്കി. ഞാൻ നേരത്തെ തന്നെ കൊടുക്കുകയാണ് കേട്ടോ, ഒരു ഗിഫ്റ്റ് പോലെ. കാരണം മേഡത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ തന്നെ പറഞ്ഞു. ഇപ്പോഴാണ് ആ ടെക്നിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ പ്രിൻ്റ് എടുക്കാനൊക്കെ പഠിച്ചു ഗൈസ്. ഇങ്ങനെ ഇതൊക്കെ തന്നെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ വലുതായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊന്നും കരിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ അടുത്ത പാട്ടും വന്നതായിരിക്കുമേ. എന്ന് വെച്ചാൽ എന്താ ഡേ ഇൻ മൈ ലൈഫിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊരു സംഭവമാണ്, എന്താണ് ഇങ്ങനെയാണോ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ്. അങ്ങനെ അവളും നേരത്തെ തന്നെ വന്നിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം ഈവനിങ് ആവാറായി. അതുകൊണ്ട് തന്നെ നമ്മളങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പോയി. അപ്പോഴത്തേക്കും മറ്റേ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ തന്നെ പോകുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ബൈ. അപ്പോൾ എന്തായാലും അടുത്ത പാട്ട് വന്നതായിരിക്കും. ബൈ.